ബേസിക്കലി ഞാനൊരു മലപ്പുറംകാരനാണ് പറയാം. രണ്ട് സംഘപരിവാറിന്റെ മലപ്പുറത്തോടുള്ള സമീപനം അറിയാൻ മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം സംഘപരിവാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മദൻലാൽ ഖുറാനെ അടക്കമുള്ള ആളുകൾ പെരിന്തൽമണ്ണ വന്ന് ജയിലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലൊക്കെ ആയിരുന്നു. അപ്പം മലപ്പുറം ജില്ല ഒരു തെറ്റായ സന്ദേശമായിരിക്കുമെന്ന സമീപനാണ് സംഘപരിവാറിന് രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ജില്ല ഉള്ള രൂപീകരണമൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് BJPക്ക് ഇനി അത് എത്രത്തോളം അതിനൊരു വിമർശന വിധേയമാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം BJP തന്നെ മലപ്പുറം ജില്ലയെ മൂന്നാക്കി വിഭജിച്ചു കഴിഞ്ഞു. അവരുടെ ജില്ലാ കമ്മിറ്റി ഇപ്പൊ 3 ജില്ലാ കമ്മിറ്റികളാണ്. അപ്പൊ പിന്നെ പുതിയ ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേഷൻ ലഭ്യമാക്കുന്നതിന് ജനങ്ങൾക്ക് ഭരണപരമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് ജില്ല. അത്രയും പ്രാധാന്യം ജില്ലയ്ക്കുള്ളൂ. ജില്ല വേണമെങ്കിൽ നാളെ വിഭജിക്കാം. സംസ്ഥാനങ്ങൾ വിഭജിക്കുന്നു അല്ലെ? ബൈഫിരിഫിക്കേഷൻ വന്നു. ആന്ധ്രാപ്രദേശ് 2ആയി തിരിച്ചു. നമ്മുടെ മധ്യപ്രദേശ് എത്ര കഷ്ണമാക്കി, ഉത്തർപ്രദേശ് എത്ര കഷ്ണമാക്കി. അപ്പം ഈ രാജ്യം ഒന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മുടെ ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി മലപ്പുറം ഉണ്ടാക്കാം. നാളെ മലപ്പുറത്ത് ഒരു പക്ഷേ പിന്നെ വേർതിരിച്ച് മറ്റൊരു ജില്ല ഉണ്ടാക്കാം. അപ്പൊ അതെല്ലാം ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി, അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനങ്ങൾ മാത്രമാണ്. അതിലുപരിയായിട്ട് ആ പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടാക്കിയ പ്രദേശത്തുള്ള ഡെമോഗ്രഫി നോക്കി സജി ചെറിയാന്റെ മോഡല് വിമർശിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എന്റെ നിലപാട്.